നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്ത്രീകളും ലഹരി ഉപയോഗവും എന്നുള്ള വിഷയമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ലഹരി നമ്മുടെ വാർത്താമാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. ലഹരി ഉപയോഗിക്കുന്നതിന് പ്രായവ്യത്യാസമോ അല്ലെങ്കിൽ ജെൻഡർ വ്യത്യാസമോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിക്കഴിഞ്ഞു. അത്രയും അധികം ലഹരി പല സോഴ്സസിലൂടെയും എത്രയും പെട്ടെന്ന് ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു, അതിനുള്ള പണമുണ്ടാകുന്നു ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ ഇതെല്ലാം ഈ ലഹരിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ സ്ത്രീകളിലും കണക്കുകൾ പറയുന്നത് ലഹരി ഉപയോഗം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളും ലഹരി ഉപയോഗവും എന്ന വിഷയം ഇന്നത്തെ കെയറിംഗ് ഹാൻഡ്സിൽ ചർച്ചയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ലീലാമണിയാണ്. ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ ലീലാമണി. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ ഉള്ളൂർ, ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടറാണ് 1 മണിക്കൂർ സമയം ഇന്നത്തെ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിൽ നമുക്കൊപ്പം ചർച്ചയ്ക്കുള്ളത്. ഇന്നത്തെ വിഷയം സ്ത്രീകളും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ഡോക്ടർ നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നിങ്ങളുടെ TV സ്ക്രീനിൽ നമ്മുടെ ഈ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്യുക, ഡോക്ടറെ നേരിട്ട് കണക്ട് ചെയ്യുക. ഡോക്ടറോട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. സ്ത്രീകളും ലഹരി ഉപയോഗവും. ഡോക്ടർ, സത്യത്തിൽ ഒരു സംശയം, നമ്മളിതൊക്കെ പറയുമെങ്കിലും സ്ത്രീകൾ ലഹരി ഉപയോഗിക്കുന്നു എന്നൊക്കെ പലയിടത്തും ഇങ്ങനെ റിപ്പോർട്ട് വരുമെങ്കിലും ശരിക്കും സ്ത്രീകൾ അങ്ങനെ ഒരുപാട് ലഹരി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പണ്ടത്തെ കണക്കുകൾ വെച്ച് നോക്കിയാൽ, ഒരു പുരുഷനും സ്ത്രീയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ സ്ത്രീകളുടെ ലഹരി ഉപയോഗം വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്നത്തെ കണക്ക് വെച്ചിട്ട് ആ മാർജിൻ കുറഞ്ഞു വരികയാണ്. സ്ത്രീകളുടെ ലഹരി ഉപയോഗം കൂടി വന്ന് ആണുങ്ങളുടെ അടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. അതൊരു ഫാഷനായി മാറുന്നു തോന്നുന്നു. ഫാഷനാണ്. അപ്പം എനിക്ക് തോന്നുന്ന എല്ലാം നമുക്കൊരു അനുകരണം ഉണ്ടല്ലോ. ആണുങ്ങളൊക്കെ ഉപയോഗിച്ച് അവരൊക്കെ എന്തോ സന്തോഷിക്കുന്നെന്നാൽ നമുക്കും അതൊരു ഉപയോഗിച്ച് നോക്കാമെന്ന് പരീക്ഷിക്കുന്നവരുണ്ട്. പരീക്ഷിക്കുമ്പോൾ ആദ്യം കൊള്ളാമെന്ന് തോന്നും, പിന്നെ അത് ഉപയോഗിച്ച് പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റാതായി പോകുന്നവരുണ്ടാവും. പിന്നെ നമ്മുടെ ഇന്നത്തെ സാഹചര്യം, നമ്മുടെ ലോകത്തിൻ്റെ വളർച്ച, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, പണ്ട് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിൽ പോയി ഒരു വിദ്യാഭ്യാസം നടത്തുന്നത് പോലും നമുക്ക് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒരു നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കിയാൽ കേരളത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന എത്ര പേരുണ്ട്, അതുപോലെ കേരളത്തിൽ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്. എല്ലാവർക്കും അവരുടെ സംസ്ഥാനത്തുനിന്ന് വേറൊരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ വേറൊരു പുറം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരമുണ്ട്, അതിനുള്ള ആഗ്രഹമുണ്ട്, അത് നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം കോണ്ടാക്ട്സ്, പിന്നെ വീട്ടുകാരിൽ നിന്ന് വിട്ട്, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യം, എല്ലാവർക്കും അതാണ് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ആവശ്യം, ഒരു സ്വാതന്ത്ര്യം, നമുക്കായിട്ടൊരു ലോകം. അപ്പോൾ ആ ലോകത്തിലേക്കൊക്കെ പോയി കഴിയുമ്പം പലപ്പോഴും ഇതുപോലത്തെ കെണികളിലകപ്പെട്ടു പോകുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കേരള സർക്കാരിൻ്റെ വളരെ ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തിയായിട്ട് ഈ ലഹരി ഉപയോഗവും അതിൻ്റെ വിപണനവും വ്യാപനവും എല്ലാം തടയാനായിട്ട് പല ഇതുണ്ട്. നമ്മൾ TV-യിലൊക്കെ കണ്ടാൽ തന്നെ അറിയാം എത്ര പെൺകുട്ടികളാണ് ആ ലിങ്കിനകത്ത് ഉള്ളത്, ഇത് വിൽക്കാനുള്ളത്. അവർ കഴിക്കുന്നോ ഇല്ലയോ നമുക്കറിയത്തില്ല, പക്ഷെ പല ക്യാരിയേഴ്സും ആദ്യം കഴിച്ചിട്ട് അവരതിനകത്ത് പെട്ടുപോകുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണോ എന്ന് നമുക്കറിയില്ല. അവരുടെ യഥാർത്ഥ്യം എന്താണെന്ന് അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ലഹരി ഉപയോഗിക്കുന്നതിലും അതിൻ്റെ വ്യാപനത്തിന് സഹായിക്കുന്നതിലും എല്ലാ സ്ത്രീകളുടെ വലിയൊരു പങ്ക് ഉണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഇപ്പോൾ ഈയിടെ ഒരു സ്റ്റഡി വന്നതിനകത്ത് പറയുന്നത്, പണ്ടത്തെക്കാൾ എന്തുകൊണ്ടാണ് ലഹരി ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നതെന്നുള്ളതിനൊരു ആൻസറായിട്ട് വന്നത് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്. പണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 വയസ്സായ കുട്ടികളുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടാകുന്ന ഒരവസ്ഥ കുറവായിരുന്നു. പക്ഷേ ഇന്ന് എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്ത് എല്ലാവരും ഏൺ ചെയ്യുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ അവർക്കെല്ലാം അവരുടേതായ ഒരു ലോകമുണ്ട്. അപ്പം കിട്ടുന്ന സമയം അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടിച്ചു പൊളിയുടെ ഒരു ഭാഗമായിട്ട് ലഹരി വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വായിച്ചാലറിയാം, ഇപ്പോൾ ഇത്തവണത്തെ SSLC എക്സാമൊക്കെ കഴിഞ്ഞ് 1-2 സ്കൂളുകളിൽ പിള്ളേരുടെ ബാഗിനകത്ത്
ഡ്രിങ്ക്സൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ല. അപ്പോൾ ആ രീതിയിൽ പോലും ലോകം മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആഘോഷങ്ങളും നമ്മളുടെ സന്തോഷങ്ങളും എല്ലാം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ലഹരി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ടെൻഡൻസിയും കാണും. അപ്പോൾ സ്ത്രീകളിലും പലരും ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സമൂഹത്തിലെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു കുറവ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരോഗ്യ സൂചികയിലൊക്കെ വളരെ മുന്നിലാണെന്ന് പറയുമ്പോഴും മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പണ്ടത്തെ ആൾക്കാരുടെ അത്രയും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പണ്ട് വളരെ മെൻ്റൽ ഹെൽത്തുള്ള ആൾക്കാരായിരുന്നു, ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യാനുള്ള കഴിവും. അതുകൊണ്ടാണ് ഈ ആത്മഹത്യാ പ്രവണതയൊക്കെ കൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ മെൻ്റൽ ഹെൽത്ത് കുറയുമ്പം ലഹരി ഉപയോഗം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് ഈ നല്ല കൗൺസിലിങ്ങും നമ്മൾ ആ രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള ഒരു ഇതിൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമുക്കൊരു വിഷമം വരുമ്പോൾ അത് മാറ്റാനായിട്ട് എന്ത് പ്രതിവിധി എന്ന് ആലോചിക്കും. പലരും പറയും, ഇപ്പോൾ കൂട്ടുകാരൻ ഒരുത്തനത് ഉപയോഗിക്കും, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് ആ ഒരു ഉപയോഗമായിരിക്കും പിന്നെ അവനെ പൂർണ്ണമായിട്ട് അതിലോട്ട് വലിച്ചഴയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലഹരി ഉപയോഗം ഇന്ന് സ്ത്രീകളിലും വളരെ ഉണ്ട്. സ്ത്രീകളുടെ വളരെ ഉണ്ട്. അത് സ്ത്രീകളുടെ നമ്മളിപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ 3 ഡിവിഷനാണ് പറയുന്നത്. ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, ഈ 3 രീതിയിൽ. ഡോക്ടർ, ഒരു കോൾ വെയിറ്റിംഗ് ആണ്, അതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാം. ഹലോ. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? മാഡം, എന്റെ പേര് ശില്പ എന്നാണ്. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? ഞാന് കൊല്ലത്ത് നിന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചാണെന്ന് കരുതുന്നു. സ്ത്രീകളെ ലഹരി ഉപയോഗം, അതാണ് ഞാൻ വിളിക്കുന്നത്. സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിക്കും. നമസ്കാരം മാഡം. നമസ്കാരം. മാഡം, ഞാന് ഇപ്പം ഈ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതേ. ഞങ്ങൾ കുറച്ച് കൊല്ലത്ത് എന്ന സിറ്റിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളൊരു നഗർ ബേസ് ചെയ്താണ് താമസിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അവിടെ വൈകുന്നേര സമയത്തൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാറുണ്ട്. 1-2 പ്രാവശ്യം വൈകുന്നേരം കുറച്ച് ലേറ്റായി നടന്ന് തിരിച്ചു വരുന്ന സമയത്ത് ചെറിയ പെൺകുട്ടികൾ, അതായത് ട്യൂഷന് പോയിട്ട് വരുന്ന പെൺകുട്ടികൾ, അതായത് ഒരു 8 ക്ലാസ്സിന് മേളിലോട്ടുള്ള കുട്ടികള് ഇപ്പൊ ഉള്ള ഈ ലഹരി വസ്തുക്കളില്ലേ, ചെറിയ ചെറിയ സാധനങ്ങള് ആൺകുട്ടികൾ കൊണ്ടു കൊടുത്തിട്ട് ഇവര് ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽ പെട്ടായിരുന്നു. അപ്പൊ നമുക്ക് ക്രമേണ വീടുകളില്, അതായത് നമ്മുടെ പരിചയക്കാരുടെ മക്കളാണ് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് അവരോട് നേരിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കാരണം എനിക്കും ഉള്ളത് ഒരു പെൺകുട്ടിയാണ്. ഞാൻ വീട്ടിൽ ചെന്നു, മകളോട് ചോദിച്ചു, അവളുടെ ബാഗും സാധനങ്ങളും ഒക്കെ പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ അവള് തന്നെ പറയുന്നുണ്ട് ഇന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മോളും തിരിച്ച് എന്നോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവരുടെ പാരന്റ്സിനോട് ഇത് അറിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തില് ഈ പെൺകുട്ടികളെ നമുക്ക് എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഇതിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? പിന്നെ ഇവർക്ക് ഈ ഉപയോഗം ഇവർക്ക് ഭാവിയിൽ മീൻസ് നമുക്ക് ഇതിന്ന് പെൺകുട്ടികളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡിക്റ്റ് ആവും എന്നാണ് പറഞ്ഞു കേട്ടറിവ്. അപ്പൊ ഇതിന്നൊക്കെ ഈ കുട്ടികൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ മാഡം? എനിക്കത് നമുക്ക് കാണുമ്പോ ഭയങ്കര ഒരു പേടിയാണ്. ഞാൻ ഹൗസ് വൈഫാണ്. പുറത്തോട്ട് പോയി അധികം നമുക്കറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേനും കണ്ടപ്പോ ഒരു പേടി, ഇതൊക്കെ തിരിച്ചു വരുവോ? അതും കൂടെ ഉള്ള ആമ്പിള്ളാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 മേളിലോട്ടുള്ള പിള്ളേര്, ഡിഗ്രി പഠിക്കുന്ന ആൺകുട്ടികള്, ഇവര് റോഡ് സൈഡിൽ വണ്ടിയായിട്ട് നിൽക്കും. ട്യൂഷൻ കഴിഞ്ഞ് ഇവര് ഇറങ്ങി വരും, അവിടെ വെച്ച് ഈ സാധനങ്ങളെല്ലാം കൊടുക്കലുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം എന്നുള്ളത്, സമൂഹത്തിലെ നമ്മൾ ഓരോ വ്യക്തിക്കും ഇതിന് തടയാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഷെയർ ചെയ്തതിന് തന്നെ വളരെ നന്ദി പറയുകയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ പലരും പുറത്തു പറയും, ഇപ്പം നിങ്ങൾക്കും അത് പറയാൻ പേടിയാണ്. പക്ഷെ ഇന്ന് ഇത് നമുക്ക് എല്ലാവർക്കും ഇവരൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പോലെ നമുക്ക്, എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്കൂൾ സ്റ്റുഡൻറ്റോ ആയിരിക്കില്ല അതിൻ്റെ മുഖ്യ കണ്ണി. അത് പുറകിലോട്ട് നീണ്ട് വലിയ ബിസിനസ്സുകാരായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പുറകിലുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ന്യൂസുകളിൽ കേട്ട് ചോക്ലേറ്റ് രൂപത്തിലാക്കി തന്നെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ലഹരി എങ്ങനെ ആൾക്കാരിൽ എത്തിക്കാമെന്നുള്ളതാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ആ യൂത്ത് പോപ്പുലേഷനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കൺട്രിയെ നമുക്ക് നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം അവിടുത്തെ യൂത്തിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ആരൊക്കെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്നാണ് പലരും പറയുന്നത്.
പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മോള് ഇതിനൊക്കെ നമുക്ക് രഹസ്യമായിട്ട് തന്നെ ഇതിന് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിത് സ്കൂളിൽ അറിയിക്കാൻ പറ്റും, സ്കൂളിലെ ടീച്ചേഴ്സിനെ അറിയിക്കാൻ പറ്റും, ഇങ്ങനെ ഒരു സംശയം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത്. നമ്മളത് ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ദിവസമോ 2 ദിവസമോ ഉപയോഗിച്ചാൽ പെട്ടെന്നങ്ങ് വരുന്നതല്ല. പിന്നെ ആദ്യമൊക്കെ അവർ ചിലപ്പോൾ മൈൽഡായിട്ടായിരിക്കും എടുക്കുന്നത്, പിന്നെ അതിൽ കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് അതുകൊണ്ട് മതിയാകാതെ വരും. അങ്ങനെ വരുമ്പോൾ അതവർ ഡോസ് കൂട്ടി അതിനേക്കാളും കൂടിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കതിന് ഉത്തരവാദിത്വപ്പെട്ട ആരെങ്കിലും ഇതിനെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും കേട്ടോ. ഒന്ന് നിങ്ങൾക്ക് ആ പരിസരത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ അറിയിക്കാൻ പറ്റും, അവർക്കിത് വിവരം കൺവേ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുമല്ലേ, അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ബുക്ക് വാങ്ങിക്കാനോ ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ സ്കൂളിൽ പോകുമല്ലോ. സ്കൂളിൽ പോകുമ്പോൾ ഏതെങ്കിലും ടീച്ചേഴ്സിനോട് ഇങ്ങനെയൊക്കെ മോള് പറയുന്നു, മോളുടെ ബാഗൊക്കെ, അപ്പോൾ നിങ്ങളുടെ മോളെ ശ്രദ്ധിച്ചതായിട്ട് പറയുക, എൻ്റെ ബാഗൊക്കെ നമ്മൾ നോക്കി. പിന്നെ സ്കൂളുകളിൽ ഇപ്പോൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും അങ്ങനത്തെ കൗൺസിലിംഗ്, ഇപ്പം നമുക്കറിയാമല്ലോ ഈ പോക്സോ കേസൊക്കെ തന്നെ, ലൈംഗിക പീഡനമൊക്കെ തന്നെ പലതും പുറത്തു വരുന്നത് എപ്പോഴാണ്? സ്കൂളിലെ ഒരു കൗൺസിലിങ്ങിലൂടെയാണ്, ആരെങ്കിലും പീഡിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ അതുപോലെ ഈ കുട്ടികൾ പറയും. പിന്നെ പലയിടത്തും ഉണ്ടല്ലോ, ഇത് നീ പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്നുള്ള ഭീഷണി വരെ പെടുത്തിയിട്ടാണ് ഇതിനകത്ത് അവരെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയാൻ മടി വരും, പക്ഷേ കൗൺസിലിങ്ങിലൂടെ പലരും അത് പറയും. അപ്പം നിങ്ങൾ നമുക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ സമൂഹത്തിനോട്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഒരു മകളുണ്ട്. അപ്പം ആ സമൂഹം അതുപോലത്തെ കുട്ടികൾ നശിച്ചു പോയ ആ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് തന്നെ നമുക്കും വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം നിങ്ങളത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതൊക്കെ അറിയിക്കാനുള്ള നമ്പേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ ഈ ക്രൈമിൽ തന്നെ. ഇതിൻ്റെ ഫോൺ നമ്പേഴ്സൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ കിട്ടും. അറിയുന്നവരോട് തിരക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നമുക്കിത് വിവരം അറിയിക്കാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ പറ്റും, പോലീസ് സ്റ്റേഷനിലും അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഈ സ്കൂൾ കുട്ടികളാകുമ്പോൾ സ്റ്റുഡൻസ് ആകുമ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. അത് പുറത്തറിയുമ്പോൾ ഉടനെ തന്നെ പോയി സൂയിസൈഡ് ചെയ്ത് കളയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ വീടുകളിൽ അതുപോലെ അല്ല, അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ വീടുകളിൽ തന്നെ ഒരു വീട്ടിൽ ഇത് അറിഞ്ഞെന്ന് വിചാരിക്കുക. ഇപ്പോൾ കുറച്ച് ദേഷ്യമുള്ള ഫാദറാണ് അല്ലെങ്കിൽ മദറാണെങ്കിൽ ഈ കുട്ടിയെ പെട്ടെന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ മറ്റേ ലെവലിൽ കാണിച്ച് കളയും. അതാണ് ഈ ഒരു സൂയിസൈഡ് ചെയ്ത് കളയോ തിരിച്ചാക്രമിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ഇതിനകത്ത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒന്ന് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏറ്റവും എളുപ്പം സ്കൂളിലെ ചിൽഡ്രൻ ആകുമ്പോൾ അവരുടെ സ്കൂൾ അധികാരികളോട് നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ പറ്റും, സ്കൂളിൽ പറയാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊക്കെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വഴിയിലല്ലേ കണ്ടിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാരോട് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിലാരെങ്കിലും മുൻകൈ എടുത്ത് ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഏർലി ആയിട്ട് പിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ കുട്ടികൾ നശിച്ചു പോകാതിരിക്കുന്നതിനും അത് നമുക്ക് ഒരു ദോഷം വരാതിരിക്കുന്നതിനും അതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ ലഹരി ഉപയോഗം നമ്മൾ സംശയിക്കുന്നതിലും അതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണെങ്കിലും ശരിക്കും നമ്മളടുക്കെ തന്നെ പണ്ടുള്ള ഒരു പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. നമുക്ക് പണ്ടത്തെ ഒരു പേഷ്യൻറ്റിനോട് പറയുന്ന പോലെ ഫ്രീ ആയിട്ട് അവരോട് പറയാൻ വയ്യ. നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അടുത്തവർ ചൂടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോഴും നമുക്കും പലപ്പോഴും തോന്നാറുണ്ട് ഇയാൾ വല്ലതും ഉപയോഗിച്ചിട്ടാണോ, ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ. നമുക്ക് പണ്ടൊന്നും ഒരിക്കലും ഒരു പേഷ്യൻ്റ് നമ്മളെ ഉപദ്രവിക്കുമെന്ന് നമുക്ക് തോന്നിയിട്ടേ ഇല്ല. ഇപ്പോൾ ആ രീതിയൊക്കെ മാറി. അപ്പോൾ സമൂഹം മൊത്തം മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും സംവിധാനം വഴി നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയി ചോദിക്കുകയൊന്നും വേണ്ട. സംവിധാനം വഴി വളരെ കെയർഫുള്ളായിട്ട് അത് ആ ഇൻഫർമേഷൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്വപ്പെട്ടവർ അന്വേഷിക്കും. അതായിരിക്കും നല്ലത്. ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ്. സമൂഹം എങ്ങനെയാണ് സ്ത്രീയെ ഇൻഫ്ലുവൻസ്, സമൂഹത്തോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം കുടുംബത്തിൽ ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകൾ തന്നെ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റാണ്. പക്ഷെ സ്ത്രീകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും വീട്ടിലുള്ള മറ്റ് ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഹസ്ബൻഡ്, അച്ഛൻ, ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അത് സ്ത്രീയെ വല്ലാതെ ബാധിക്കും. എങ്ങനെയാണ് സമൂഹവും കുടുംബവും ലഹരി ഉപയോഗിക്കുമ്പോൾ സ്ത്രീയുടെ ഒരു പൊസിഷനിങ് എങ്ങനെയായിട്ട് മാറും? സ്ത്രീയുടെ ആ സമയത്തെ പൊസിഷൻ ഇപ്പം നമ്മളൊരു വീട്ടിൽ നോക്കിയാൽ വീട്ടിലെ അമ്മ തന്നെയാണ് ഏറ്റവും ആ വീടിനെ നല്ലതായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ സ്ത്രീയെ വളരെ തളർത്തിക്കളയുന്ന ഒരനുഭവമാണിത്.
എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവാണെങ്കിൽ ഇപ്പം മക്കളാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ഒരു ഭീഷണിയുടെ നടുവിലായിരിക്കും. സാധാരണ ഒരു ഭർത്താവിനോടോ കുഞ്ഞുങ്ങളോടോ പറയുന്നത് പോലെ അവർക്ക് സംസാരിക്കുക ഇപ്പം നമ്മൾ പലയിടത്തും കണ്ടിട്ടില്ലേ, അമ്മയെ വെട്ടിക്കൊന്നു, അമ്മയെ ഉപദ്രവിച്ചു, ഇങ്ങനെ പല രീതിയിൽ. പിന്നെ ഇത് എല്ലാത്തിനും ഉപരിയായിട്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും ലഹരി ഉപയോഗിക്കണം. അപ്പോൾ അതിനുവേണ്ടി വീട്ടിലെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് അപ്പോൾ സാമ്പത്തികമായിട്ടും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവരെ എല്ലാം വിട്ട് അവർ തന്നെ എങ്ങനെയും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ല. അപ്പം ഇങ്ങനെ പല രീതിയിൽ ലഹരി ഇവരെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഉപയോഗിക്കാത്ത സ്ത്രീകൾക്ക് പോലും അത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. ഒരുപാട് കഷ്ടപ്പാട് അത് സമൂഹത്തിൽ. പിന്നെ സ്ത്രീ തന്നെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെയും വേറെയാണ്. അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതും വരാറുണ്ട്. പിന്നെ സ്ത്രീയാണ് ആ കുട്ടികൾ നോക്കി വളരുന്നത്. അപ്പം അമ്മ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ അതിൻ്റെ പുറകിൽ വരും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേറെന്നുള്ളത്, ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഒരു അമ്മ ലഹരി ഉപയോഗിക്കുന്നു വിചാരിക്കുക. ലഹരി മരുന്നുകൾ പലപ്പോഴും നമുക്ക് ഈ ഗർഭപാത്രത്തിൽ മറുപിള്ള എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് പല ടോക്സിൻസിനെയും എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദോഷമുള്ളതൊന്നും അങ്ങോട്ട് കടന്നു പോകാതെ ഒരു ബാരിയറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ മറുപിള്ള. പക്ഷേ ഈ ലഹരി, നമ്മുടെ ആൽക്കഹോൾ, ഇതെല്ലാം ഇത് ക്രോസ് ചെയ്ത് കുഞ്ഞിനും കിട്ടും. അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ബിഹേവിയറിലുള്ളത്, പിന്നെ വളർച്ചക്കുറവുണ്ടാകാം, ബുദ്ധിമാന്യം ഉണ്ടാവാം. അപ്പം ജനിക്കുമ്പോൾ തന്നെ പിന്നെ ഈ ക്രോണിക്കായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് ഒരു മുഖത്തിനൊക്കെ ഒരു വൈരൂപ്യം, വികൃതമായിട്ടിരിക്കും മുഖം, ബുദ്ധി കുറവായിരിക്കും, ചെറിയ തലയായിരിക്കും. പിന്നെ അവർ വളർന്നു വരുമ്പോൾ പഠിക്കാനുള്ള ബുദ്ധി കാണില്ല. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് സ്ത്രീകൾ ലഹരി ഉപയോഗിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട്. ജനിക്കുന്ന കുട്ടികൾ പ്രഗ്നൻസിയിൽ ഉപയോഗിച്ചാൽ. അപ്പോൾ ഗർഭകാലത്ത് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമൂഹമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തൊരു കുഞ്ഞിനാണ് നമ്മൾ ജന്മം നൽകാൻ പോകുന്നത്. അപ്പോൾ ലഹരി ഉപയോഗം എല്ലാ രീതിയിലും. പിന്നെ വേറെ ഒന്ന് നമ്മൾ കണ്ടിരിക്കുന്ന, സ്ത്രീകളിലെ ഈ ലഹരി പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇപ്പോൾ ഒരു അസുഖത്തിന് ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങുന്ന ആ പ്രിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് ഇഷ്ടംപോലെ അത് വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പോൾ ബ്ലീഡിങ്ങിനൊക്കെ നമ്മൾ ചെറിയ ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അത് കഴിച്ച് ഒരിക്കൽ ബ്ലീഡിങ് മാറി ഇവരുടെ ഇഷ്ടത്തിനാണ് പിന്നെ കഴിക്കുന്നത്. നമ്മളത് കൊടുക്കുന്നത് പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും കൊടുക്കുന്നത്. അവരുടെ മാസം മുറയുടെ ഏത് സമയത്താണ്, ഇതെല്ലാം നോക്കിയായിരിക്കും കൊടുക്കുന്നത്. ഇതവർ തോന്നിയ പോലെ വാങ്ങിക്കും. അതുപോലെ തന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് തന്നെ ഡോക്ടർ എഴുതി കൊടുക്കുന്ന മെഡിസിൻ, പല പെയിൻ കില്ലേഴ്സിലും ഇങ്ങനെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ട്. അതൊന്നും ഇങ്ങനെ ലോങ് ടേം യൂസിനുള്ളതല്ല, വളരെ ഷോർട്ട് പീരീഡ് ഡോക്ടറുടെ നിരീക്ഷണത്തിൽ കഴിക്കാനുള്ള മരുന്നുകൾ. അതൊന്നും വേണ്ട. അത് വെച്ച് തന്നെ കഴിച്ചുകൊണ്ട് പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അതൊക്കെ സ്ത്രീകളുടെ ഇതായിട്ടുള്ള, പിന്നെ അതിൻ്റെ കാര്യങ്ങളുണ്ടാവും അതിൻ്റെ പുറകിൽ. അവർക്ക് എന്നും പോയി ഡോക്ടറെ കാണാൻ പറ്റില്ലായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യമായിരിക്കും. എങ്കിലും സൗകര്യത്തിന് അങ്ങ് തിന്നാമെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയുള്ള രീതിയിലാണെങ്കിലും പക്ഷേ സ്ത്രീകളുടെ അതൊരു പ്രത്യേക നേച്ചറാണ്. അവരത് വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കുക എന്നുള്ളത്. പിന്നെ ലഹരിയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികൾ. പിന്നുള്ളത് ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പ്രായമായി കഴിയുമ്പോൾ ഹസ്ബൻഡൊക്കെ മരിച്ചുപോയി ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ഒറ്റയ്ക്കൊരു വീട്ടിൽ ജീവിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അവരെ എന്ത് ചെയ്യുന്നതെന്ന് ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അവരിതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ലഹരി, സ്ത്രീകൾ നല്ലൊരു ശതമാനം ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. ഡോക്ടർ, ഈ സ്ത്രീകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഗർഭിണികളായ സ്ത്രീകളിലെ ഉപയോഗത്തെക്കുറിച്ച് കൂടി പറഞ്ഞല്ലോ. അപ്പം എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പം ലഹരി, ഇപ്പം സിഗരറ്റ് ഒരു ലഹരിയാണ്, ആൽക്കഹോൾ ഒരു ലഹരിയാണ്, ഇപ്പോൾ ഡ്രഗ്സ്, മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പം MDMA ഒരുപാട് വെറൈറ്റി ഇന്ന് മാർക്കറ്റിൽ ഇതെല്ലാം ലഹരികളാണ്. അപ്പോൾ സ്ത്രീകൾ ഇപ്പം ഗർഭിണിയാകുന്നതിന് മുമ്പ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീ പോലും ഗർഭിണിയാവുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആവാനും ഏറ്റവും നല്ലൊരു സമയം കുഞ്ഞിനെ കൺസീവ് ചെയ്യാനും ഒക്കെ കാത്തിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അവിടെയാണ് ഈ ലഹരിയിൽ അടിമപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ അവർ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുക്കേണ്ടത്? ഇപ്പോൾ ഒരു അഡീഷണൽ കെയറും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ക്രമീകരിക്കുക ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രിപ്പറേഷൻ ഫേസ് തന്നെ എത്രത്തോളം ജാഗ്രതയോടുകൂടി വേണം?
ലഹരി ഉപയോഗിക്കുന്ന സ്ത്രീ ആണെങ്കിലും അവരുടെ പ്രിപ്പറേഷൻ ഫേസിൽ അവർ ലഹരി ഉപേക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അത് ഒരു കുഴപ്പമുള്ള ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ഒരു വൈകല്യമുള്ള കുഞ്ഞിനെയോ, അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് പ്രാപ്തിയല്ലാത്ത ഒരു കുഞ്ഞിനെയോ നമ്മൾ ജനിച്ച് ഈ ഭൂമിയിലാക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഉള്ളത് ലഹരി ഉപയോഗിക്കുന്നതിൽ വന്ധ്യത കൂടുതലാണ്. അപ്പോൾ അവർ വിചാരിക്കും അവർ പ്രഗ്നൻസി ആവണമെന്നില്ല. അപ്പോൾ അത് വന്ധ്യതയ്ക്ക് തന്നെ ഒരു കാരണമാണ്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ ഒരു കാരണമാണ് ലഹരിയുടെ ഉപയോഗം. അതുകൊണ്ട് പിന്നെ കുട്ടികൾ ഉണ്ടായാൽ തന്നെ അത് മിസ്കാരേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, വളർച്ചക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മാസം തികയാതെ പ്രസവിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ അമ്മയുടെ മെൻ്റൽ ബിഹേവിയർ ഉണ്ടല്ലോ, അമ്മയുടെ ഫിസിക്കലി അമ്മയ്ക്ക് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരാനുണ്ട്. പിന്നെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഹോർമോൺസിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ചെറിയ ഡോസിലുള്ള ലഹരി അവർക്ക് കൂടുതൽ ഇഫക്റ്റീവാണ്. അപ്പോൾ ചെറിയ ഡോസിൽ നമ്മൾ ലഹരി കഴിച്ചാൽ അത് വളരെ ദോഷമായിട്ട് ബാധിക്കും. ഇപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ പോകുന്ന ഒരു ലേഡി ക്രോണിക്കായിട്ട് വളരെ കാലമായിട്ട് ആൽക്കഹോൾ കഴിക്കുന്നെന്ന് വിചാരിക്കുക, അവർക്ക് ലിവർ ഡാമേജ് കാണും, ബ്രെയിൻ ഡാമേജ് കാണും, ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ കാണും, ഹാർട്ടിന് പ്രശ്നങ്ങൾ കാണും. ഗർഭിണിയാവുമ്പം ഈ സിസ്റ്റം എല്ലാം വളരെ ആക്റ്റീവായിട്ട് നല്ല പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കോംപ്രമൈസ്ഡ് സിസ്റ്റത്തിൽ പോയി പ്രഗ്നൻ്റ് ആയാൽ അവർക്ക് കോംപ്ലിക്കേഷൻസ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ നല്ലൊരു മദർഹുഡ് ആയിരിക്കത്തില്ല. മദറിനും ബേബിക്കും ഒരുപോലെ റിസ്ക്കിയാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്നത്. ഇപ്പം ലഹരി ഉപയോഗിക്കുന്നവർ പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതിനേക്കാളും എല്ലാം ഉപരിയായിട്ടുള്ളതാണ് ലഹരി ഉപയോഗിക്കുന്നതിൽ ലൈംഗിക രോഗങ്ങൾ വളരെ കൂടുതലാണ്. നമ്മൾ HIV പോലെ ഈയിടെ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചല്ലോ, ഒരു ക്യാമ്പിലെങ്ങാണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 10 പേര് HIV പോസിറ്റീവ്. അപ്പോൾ അത് ഇഞ്ചെക്റ്റബിൾ ഡ്രഗ്സിൻ്റെത്. അല്ലാതെ തന്നെ ഇപ്പോൾ ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് സെക്ഷൽ അബ്യൂസൊക്കെ നടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബോധമില്ല. ആരെങ്കിലും വിളിക്കുന്നിടത്ത് ലഹരി കിട്ടുമെന്ന് പറയുമ്പോൾ അവരുടെ കൂടെ പോവും. ആ സെക്ഷൽ അബ്യൂസ് നടന്നതുപോലും ചിലപ്പോൾ ഇവർ ഓർക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒരുപാട് അവർക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടും അവർ അൺഹെൽത്തി. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ആ ബേബിക്ക് കുഴപ്പം വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, ഇതിനൊക്കെ കൂടുതൽ ചാൻസ് എന്നാണ് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മ്യൂക്കസ് മെമ്പറിനെ എന്ന് പറയും, നമ്മുടെ വായിലൊക്കെ ഉള്ള ആ മെമ്പർ ഏറ്റവും ആവരണം, അതിനെ ഒരു ഡ്രൈനെസ് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസും കൂടുതൽ വരും, ക്യാൻസറിനുള്ള സാധ്യതയും കൂടുതലാണ് ഈ സെൽ ഡാമേജ് കൊണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ സ്ത്രീയുടെ ഹെൽത്തിനെ വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ലഹരി ഉപയോഗം. ഇപ്പോൾ ലഹരി നമ്മളെ നശിപ്പിക്കും, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കും എന്നുള്ളതാണ്. അതെ. ഡോക്ടർ, അടുത്തൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ തിരുമലയിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് രാധ എന്നാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. സ്ത്രീകളും ലഹരി ഉപയോഗവും എന്നാണ് വിഷയം. ഡോക്ടറുണ്ട്, സംസാരിക്കാം. അതെ. ഡോക്ടർ, എന്റെ മകളുടെ ഹസ്ബൻഡ് സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു ബോയ് ആണ്. അപ്പൊ മകള് പ്രഗ്നന്റ് ആണ്. അപ്പൊ ആ പുകവലി കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധാ സിഗരറ്റാണോ വലിക്കുന്നത് അതോ എന്തെങ്കിലും മരുന്നൊക്കെ വെച്ചാണോ വലിക്കുന്നത്? അതറിയാമോ? അറിയില്ലായിരിക്കും. സാധാരണ സിഗരറ്റ് തന്നെയാണ് വലിക്കുന്നത്. അത് ചെയിൻ സ്മോക്കിംഗ് പോലെ വലിക്കുന്നുണ്ട്. അപ്പോൾ ആ പുക സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പുക വലിക്കുന്ന ആളിന് മാത്രമല്ല, ആ പുക ശ്വസിക്കുന്ന എല്ലാവർക്കും ദോഷമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പബ്ലിക് സ്പേസിൽ സ്മോക്കിങ്ങൊക്കെ വളരെ നിയമം കൊണ്ട് വളരെ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ ആരോഗ്യത്തെയും വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ കുഞ്ഞിന് എന്താ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാവാം, വളർച്ചക്കുറവുണ്ടാകാം, കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പം മകളുടെ അടുക്ക് ഹസ്ബൻഡ് കഴിയുന്നത് മകളുടെ അടുക്കലിരുന്ന് പുകവലിക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിക്കാൻ പറയുക മോളുടെ അടുക്ക്. കഴിയുന്നതും എന്ന് പറഞ്ഞാൽ മാറിയിരുന്നാൽ ചിലപ്പോൾ ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, എന്നാലും കഴിയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്ന് പറഞ്ഞെങ്കിലും മാറിയിരിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുക. പുക നല്ലതല്ല തന്നെ, കുഞ്ഞിനും നല്ലതല്ല, അമ്മയുടെ ആരോഗ്യത്തിന്. നമ്മൾ ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും, ആ സ്മോക്ക് കിട്ടുമ്പം നമ്മളും ഒരു പുകവലിക്കുന്ന എഫക്റ്റാണ് നമ്മുടെ ബോഡിയിലും വരുന്നത്.
നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങിപ്പോകാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പുക ദോഷം തന്നെയാണ്. ആ പുക നമ്മൾ ശ്വസിക്കാതെ ശ്രദ്ധിക്കും. ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ സിഗരറ്റിന്റെ ഇത് വല്ലാതെ എനിക്ക് എഫക്ട് ചെയ്യുന്നു, ശ്വാസം കിട്ടാത്ത ഒരു അത് എപ്പോഴും അതൊരു നല്ല സാധനം അല്ല നമ്മുടെ ബോഡിക്ക് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഞാനീ പറഞ്ഞതുപോലെ മാസ്ക് ഉപയോഗിക്കുകയോ കഴിയുന്നതും ആ പുകയുടെ അടുത്ത് വരാതെ തന്നെ ശ്രദ്ധിക്കുക. അത് ഹസ്ബൻഡിനെ ഇപ്പോഴേ അവളോടൊക്കെ കൗൺസിൽ ചെയ്യാൻ പറയുക. എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടായി കഴിയുമ്പം കുഞ്ഞിന് ഈ പുക കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ല. അച്ഛനോട് കുഞ്ഞിനെ എടുക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോഴേ അത് കുറച്ചൊക്കെ പറഞ്ഞു നോക്കാൻ പറയുക, നടക്കുവാണെങ്കിൽ നല്ലത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ ചോദ്യത്തോട് ചേർത്ത് ഞാനൊരു സംശയം ചോദിച്ചോട്ടോ ഡോക്ടർ. ഇപ്പം ഈ പ്ലാസ്റ്റിക് ബേൺ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഈ പ്ലാസ്റ്റിക് ബേൺ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ബ്രീത്ത് ചെയ്യുകയാണെങ്കിൽ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സ്മോക്ക് ചെയ്യുന്ന അതേ ഇമ്പാക്റ്റാണ് നമ്മുടെ ലങ്സിനും ശരീരത്തിനും ഒക്കെ. അങ്ങനെയാണോ? അതിൻ്റെ ഒരു അതിനേക്കാളും കൂടുതലാണ് ആണ് എന്ന് പറഞ്ഞാൽ ഈ സ്മോക്ക്, ഈ പ്ലാസ്റ്റിക് കത്തിച്ച് വരുന്ന ആ ഫ്യൂംസിൽ ഒരുപാട് കാർസിനോജനിക് സാധനങ്ങളുണ്ടെന്ന്, എലിമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത്. എപ്പോഴും പുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കയറാൻ എളുപ്പമുള്ള ഒന്നാണ്. നമ്മുടെ ബോഡിയിൽ ബ്ലഡിലെല്ലാം അങ്ങ് അബ്സോർബ് ചെയ്ത് ലങ്സിൽ അബ്സോർബ് ചെയ്തൊക്കെ എളുപ്പം നമുക്ക്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്യൂംസൊക്കെ കുറച്ച് തിക്ക് ഫ്യൂംസ് അല്ലേ, അത് നമ്മളങ്ങോട്ട് ശ്വസിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ശ്വാസം മുട്ടുന്നവരുണ്ട് പലരും. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കാൻ നമ്മുടെ എല്ലായിടത്തും ട്രിവാൻഡ്രം കോർപ്പറേഷൻ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ടല്ലോ, കത്തിക്കരുത്. അത് റീസൺ ഇതാണ്, അത് ഭയങ്കര കാർസിനോജനിക്കാണ്. അപ്പം നമ്മളത് കേട് തന്നെയാണ്, പുക കേട് തന്നെയാണ്. ഡോക്ടർ, തിരികെ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ഈ ലഹരി, നമ്മൾ സ്ത്രീകളിലെ ലഹരി ഉപയോഗമാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, ഈ ലഹരി ഉപയോഗം സാധാരണഗതിയിൽ ഏത് ഏജ് ഗ്രൂപ്പിലേക്ക് ഉള്ളവർക്കാണ് കൂടുതലായി കണ്ടുവരുന്നത്? ഒരു ടീനേജ് ഗ്രൂപ്പ് ആണോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജെൻഡർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആണുങ്ങളാണ് കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത്. ആ ജെൻഡർ ഡിഫറൻസിൽ ഇപ്പോൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നല്ല പ്രായമായവർ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ, അങ്ങനെയൊക്കെ മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ കോളർ പറഞ്ഞതുപോലെ സ്കൂൾ ഗേൾസിന് പോലും അതിനുള്ള താല്പര്യം. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏജിൽ വലിയ കാര്യമൊന്നുമില്ല. കയ്യിൽ കാശും വേണം, അത് ഒരു അവൈലബിലിറ്റി വേണം ഈ ഡ്രഗിൻ്റെ. പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് ആരുടെയെങ്കിലും ഒരു ചെറിയ പുഷ് മതി. നമുക്കും കൂടെ ഒരു പകുതി ആഗ്രഹത്തിൽ ഇരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി പറയുന്നത് നമുക്ക് ഉപയോഗിക്കാമെന്ന്. ഇപ്പോൾ എല്ലാ ഏജിലെ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയൊക്കെ അവബോധം നമ്മളിതിനകത്തൂടെയൊക്കെ കൊടുക്കുന്നുണ്ട്, ലഹരി പാടില്ല എന്ന്. പക്ഷെ നമ്മളതിൻ്റെ അവൈലബിലിറ്റി നോക്കിയാൽ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. ഈ അന്യസംസ്ഥാനത്തിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ പണി ചെയ്ത് അവർ ഓരോ പ്രാവശ്യം പോയി വരുമ്പോൾ അവർ ബൾക്കായിട്ട് ലഹരിയും കൊണ്ടുവരികയാണ്. അന്യസംസ്ഥാനം മാത്രമല്ല, അന്യ രാജ്യങ്ങളിൽ നിന്ന് എന്തുമാത്രം ലഹരിയാണ്. അപ്പം ഇത്രയും കിലോ കണക്കിനൊക്കെ പിടിക്കുമ്പം നമ്മുടെ ലഹരിയെ ഓരോ പ്രാവശ്യം കോടിക്കണക്കിന് രൂപയുടെ ലഹരി പിടിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ ഇവിടെ ആളുള്ളത് കൊണ്ടല്ലേ അത് വരുന്നത്. അതെ, അതിനകത്ത് ഏജ് ഗ്രൂപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടുന്നവരെല്ലാം ഉപയോഗിക്കുകയാണ്, അത് വേണമെന്ന് തോന്നുന്നവരെല്ലാം. അത്രയ്ക്ക് വ്യാപകമായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു സ്റ്റാറ്റസിലല്ല അതിരിക്കുന്നത്. എന്നാൽ ഓരോ പ്രാവശ്യവും പിടിക്കുന്ന ലഹരി ഇത് ഇത്രയും നമ്മുടെ ഇപ്പോൾ ശരിക്കും എന്ത് സ്ട്രിക്റ്റായിട്ടാണ് എല്ലാം നോക്കുന്നത്. എന്നിട്ട് പോലും എന്തുമാത്രമാണ് വണ്ടികളിലും അതിലിതിലെല്ലാം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ സിനിമാ മേഖലയിലതും കേട്ടല്ലോ, നമ്മളൊരു മേഖലയായിട്ട് പറയണ്ട, എല്ലാ മേഖലയിലും അവസരം കിട്ടുന്നവനെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതെ ഡോക്ടർ, ഈ നമ്മളെ ഗർഭിണികളിലെ ലഹരി ഉപയോഗവും അതിൻ്റെ ഇമ്പാക്റ്റും ഡോക്ടർ സംസാരിച്ചല്ലോ. ഈ ടീനേജ് പെൺകുട്ടികളിലെ ലഹരി ഉപയോഗം എങ്ങനെയാണ് അവരുടെ ഒരു പെൺകുട്ടിയാകുന്ന ഒരു സ്ത്രീയാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ട്രാൻസിഷൻ ഫേസിൽ ആണല്ലോ ഈ ടീനേജ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ഗ്രോത്തിനെയോ മെൻ്റൽ ഹെൽത്തിനെയോ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെയോ ഭാവിയിലേക്ക് അമ്മയാകാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരു സമയമാണ് ശരീരം. എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഈ ടീനേജ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുട്ടിയും അല്ല വലിയ ആളുമല്ല, രണ്ടിൻ്റെ ഇടയിലാണ് ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്. അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് തന്നെ ഭയങ്കര ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇവർ ലഹരിക്ക് അടിമപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, വീട്ടിലെ അമ്മ പറയുന്നതെല്ലാം കേട്ട് വളരെ പാവമായിട്ടിരുന്നൊരു കുട്ടി അമ്മയോട് തർക്കിക്കാനും വീട്ടിലെ പേരൻസിനോട് തർക്കിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു പ്രായമാണ്
ഈ എന്ത് ചോദിച്ചാലും വൈ എന്നും ഹൗ എന്നും ഒക്കെ ചോദിച്ച് ക്വസ്റ്റ്യനും ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് അതെന്തിനാ അങ്ങനെ പറയുന്നത്, എന്നോട് മാത്രം എന്തിനാ അങ്ങനെ പറയുന്നത്, എൻ്റെ ബാഗ് മാത്രം എന്തിനാ പരിശോധിക്കുന്നത്, എല്ലാത്തിനും ഒരു ക്വസ്റ്റ്യനും നമ്മളെല്ലാത്തിനും ഒരു സംശയവും നിലനിൽക്കുന്ന ഒരു പ്രായമാണ് അഡോളസൻ്റ് ഏജ്. അപ്പോൾ ഈ അഡോളസൻ്റ് ഏജിൽ പെട്ടുപോകുന്ന കുട്ടികൾ പലപ്പോഴും മാനസികമായിട്ട് വളരെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും. ഡിപ്രഷൻ, ആൻസൈറ്റി, പിന്നെ അതിൻ്റെ ഇടയിൽ മിക്കതും ചെന്ന് ചെല്ലുന്നത് ഒരു പ്രണയത്തിലായിരിക്കും. പ്രണയം എന്ന് പറയുന്നത് അവരൊന്നും ആലോചിക്കാതെ ചെയ്യുന്നതാണ്, അതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ചെയ്യുന്നതാണ്. ഒരു ലെവൽ കഴിയുമ്പോൾ പിന്നെ അത് എന്ത് ചെയ്യണമെന്നറിയാതെ സൂയിസൈഡിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറിപ്പോവും. പിന്നെ ഉള്ളത് ഈ ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ ലൈഫ് ഇപ്പം വളരെ ഏർലി ആയിട്ടാണ് പിള്ളേർ തുടങ്ങുന്നത്. അപ്പോൾ 16, 15, 14 വയസ്സുകളിൽ സ്വന്തം ബ്രദറിനെയോ അല്ലെങ്കിൽ സ്വന്തം സിസ്റ്ററിനെയോ പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പുറകിലെല്ലാം ഈ ലഹരികളുടെ ഒരു ഇഫക്റ്റും ഉണ്ട്. അത് ഒരു ഡബിൾ സോഡ് വെപ്പൺ എന്നാണ് പറയാൻ. എന്ന് പറഞ്ഞാൽ ഈ ലഹരി ഉപയോഗം കൊണ്ട് തന്നെ ഡിപ്രഷൻ അങ്ങനെയുള്ള മെൻ്റൽ ഇത് വരും. അല്ലാതെ എന്തെങ്കിലും കാരണം കൊണ്ടൊരു മെൻ്റൽ ഇൻസ്റ്റബിലിറ്റി ഉള്ള കുട്ടി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞ ഒരു കുട്ടി ലഹരി ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. അവരെ പെട്ടെന്ന് വളയ്ക്കാം. അപ്പോൾ അവരുടെ കൂടെ ഉള്ള ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുകയാണ്, അത് നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചില്ലേ, പലപ്പോഴും ഇങ്ങനെ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന കുട്ടിയാണ് പിന്നെ ക്യാരിയർ. അപ്പോൾ അവൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവന് പൈസ കൊടുക്കാതെ ലഹരി കിട്ടും. അപ്പോൾ അവന് കാര്യം എളുപ്പമായി, അവന് പൈസ വേണ്ട, പൈസയുടെ കാര്യം വേണ്ട, അവനിത് ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ മതി, അതിൽ കൂടെ അവൻ്റെ കാര്യവും കൂടെ നടന്നു പോകും. അപ്പോഴൊന്നും പിന്നെ അതിൻ്റെ ദോഷഫലങ്ങൾ ചിന്തിക്കാനോ, ശരിക്കും അത് നമ്മൾ ഒരുപാട് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ഹാപ്പി ആയിട്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠിത്തത്തിൽ പുറകോട്ട് പോവുക, അല്ലെങ്കിൽ മൂഡിയായിട്ടിരിക്കുക. പിന്നെ ഈ ഉറക്കത്തിൻ്റെ പാറ്റേൺ ഒരു ഭയങ്കര ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി മുഴുവൻ അവരുടെ ആ ഒരു റുട്ടീനെല്ലാം അങ്ങ് മാറ്റിയിട്ട് വെളുപ്പിന് വരെയും ഉണർന്നിരിക്കുക. അപ്പോൾ ഇവർ ചിലപ്പോൾ മൊബൈലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. മൊബൈലിൽ പറയുന്ന ചിലപ്പോൾ ഇവരുടെ ലഹരി വാങ്ങിക്കുന്നത്, അത് കഴിക്കുന്നത്, അത് കഴിച്ചപ്പോൾ ഉള്ള അവരുടെ ഫീലിങ്സും ഇതൊക്കെ ആയിരിക്കും. ഉറക്കം ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവാനും ഉറക്കത്തിൻ്റെ പാറ്റേണിന് ഒരുപാട്, പിന്നെ ഒരുപാട് ഈ ആഹാരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, മാൽന്യൂട്രീഷനൊക്കെ ധാരാളം വരാറുണ്ട്. ആവശ്യത്തിന് ആഹാരം കഴിക്കാതെയും സമയത്ത് ആഹാരം കഴിക്കാതെയും അവർക്ക് തോന്നുന്നതൊക്കെ തിന്നും, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഈ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതിന് ഒന്നിനും ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ വെളിയിൽ നിന്ന് തിന്നാലേ, വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ ഞാൻ തിന്നുള്ളൂ, അങ്ങനെ ശടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ. പിന്നെ ഹൈ റിസ്ക് ബിഹേവിയർ, പ്രത്യേകിച്ച് ടീനേജിലെ കുട്ടികൾക്ക് 2 വീലർ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം ഉണ്ടാക്കുക, 2 വീലർ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, ഹൈ റിസ്ക് ബിഹേവിയർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലഹരിയിലെ ഭാഗമായിട്ട് അവർക്കൊന്നിനും ഒരു കൺട്രോളില്ല എന്നുള്ള, ഒരു കാര്യങ്ങൾക്കും ഒരു കൺട്രോളില്ല. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കായിരിക്കില്ല, വേറെ ആളുകളെ ഇടിച്ച് കൊല്ലുന്നതും. അപ്പം ഇങ്ങനെ പല രീതിയിൽ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്യാനായിട്ടൊരു ശക്തി അവർക്ക് വരും, വന്നിട്ടാണ് അവർ നശിച്ചു പോകുന്നത്. ഡോക്ടർ, ഈ മദ്യപിക്കുന്ന ഒരാളെ പലപ്പോഴും നമുക്ക് അടുത്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സ്മോക്ക് ചെയ്യുന്നതും അറിയാൻ പറ്റും. പക്ഷെ മറ്റ് ചില ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഒരു പ്രധാന പ്രശ്നം നമ്മൾ നേരിടുന്നത്. അപ്പം ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നോ എന്തൊക്കെ ഫാക്ടേഴ്സിലൂടെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതെന്നും മനസ്സിലായത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ മദ്യപാനവും മറ്റ് ലഹരി ഉപയോഗങ്ങളും തമ്മിലൊരു വ്യത്യാസം അതാണ്. മദ്യപിക്കണമെങ്കിൽ ഒരു കുപ്പിയിൽ വാങ്ങിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ പല സിനിമ സീൻസിലൊക്കെ അടിയിലെ മുണ്ടിൻ്റെ ഇടയിലൊക്കെ കുപ്പി കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഒരു കുപ്പിയായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പോയി വാങ്ങണമെങ്കിൽ ബിവറേജസിൽ തന്നെ ക്യൂ നിന്ന് ആ കുപ്പിയായിട്ട് വാങ്ങിയാലേ പറ്റും. ഈ സാധനങ്ങളെല്ലാം വളരെ കുഞ്ഞു സാധനങ്ങളാണ്. നമ്മൾ ഇടയ്ക്കൊരു കേസിൽ കണ്ടില്ലേ, ഫാദർ തന്നെ അയാളുടെ മോൻ്റെ പുറത്ത് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചാണ് വളരെ. അത് പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി എന്നുള്ളതാണ്, വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി. അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ചുമ്മാ കയ്യിൽ കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗുകളിലൊക്കെ അല്ലേ ഇത് കൊണ്ട് നടക്കുന്നത്. അത്ര ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരറിയാതെ ചെയ്യാനും മറ്റുള്ളവരറിയാതെ കൊടുക്കാനും. ഇപ്പോൾ വേറൊരാളിന് കൊടുക്കണമെങ്കിൽ ഒരു 10 രൂപ നോട്ടിനകത്ത് വെച്ച് മടക്കിയും കൊടുത്താലും മതി. അത്ര ഈസി ആയിട്ട് നമുക്കത്
ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് മറ്റ് ലഹരികളുടെ ഒരു. അപ്പോൾ മദ്യം ഒരിക്കലും അങ്ങനെ പറ്റില്ല. പിന്നെ ക്വാണ്ടിറ്റി തന്നെ എല്ലാവരെയും ഒരേ ക്വാണ്ടിറ്റി അല്ല അഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽസിന് ചെറിയ ക്വാണ്ടിറ്റി മതി എന്നാണ് പറയുന്നത്. ചെറിയ ക്വാണ്ടിറ്റി എടുക്കുമ്പോഴേ അവരുടെ ബോഡിയിലെ ഹോർമോൺസിൻ്റെയൊക്കെ വ്യതിയാനം കൊണ്ട്. അപ്പോൾ അതുപോലെ ഫീമെയിൽസ് നിർത്തിയാലും അങ്ങനെയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാൾ നിർത്തിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് റിക്കവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ ബോഡി മേക്കപ്പിൻ്റെ വ്യത്യാസങ്ങളാണ്. അപ്പോൾ അതാണ് ഈ ആൽക്കഹോളും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം. പിന്നെ ആൽക്കഹോൾ ഈ പറഞ്ഞ പോലെ വെള്ളം അടിച്ചിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാളുടെ സംസാരം കുഴഞ്ഞുള്ള ഒരു വർത്തമാനം അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ശ്വാസത്തിൽ കൂടെ ഇതിൻ്റെ വേപ്പേഴ്സ് വരുന്നത് നമുക്കതുകൊണ്ട് അവരുടെ സ്മെല്ല് കൊണ്ടിട്ട് നമുക്ക് അവരെ അറിയാൻ പറ്റും. നമുക്കൊരു മദ്യപിച്ചിട്ട് നിൽക്കുന്ന ഒരാളിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ണൊക്കെ ചുവന്ന ഒരു വ്യത്യാസമായിട്ട്. ലഹരിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വലിയ ഇതൊന്നുമില്ല. പക്ഷെ അതിനകത്ത് അവർക്ക് കൂടുതൽ കാണിക്കുന്നവരുടെ ബിഹേവിയറിലുള്ള വ്യത്യാസങ്ങളാണ്. ഇപ്പം നമ്മളൊരു കാര്യം ഒരാളിനോട് പറയാമെന്ന് വെച്ചാൽ നമ്മളൊരു മീനിങ് മനസ്സിൽ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിലായിരിക്കില്ല മനസ്സിലാകുന്നത്. അതാണ് പെട്ടെന്ന് അവർ ദേഷ്യപ്പെടാനും. ഒരു ഉദാഹരണം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രസവിക്കാൻ സമയമായ കുട്ടിയാണ്. ഹോസ്പിറ്റലിൽ വന്നപ്പം ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നു അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ അയാൾ ചോദിച്ചു അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ നിർത്തൂല്ല ഹോസ്പിറ്റലിൽ, നിങ്ങൾ ഇത്ര 10 മാസമായില്ലേ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നേ പറ്റുള്ളൂ, ഫീമെയിൽസിനെ ആരെങ്കിലും കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. എന്താണ് ഹെൽപ്പിന് കൂടെ വേണമെന്നുള്ളതാണ്. അത് അയാൾക്ക് മനസ്സിലായി എന്തെന്ന്. അമ്മ ഇല്ലാത്തവർ പ്രസവിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അയാൾ എന്നോട് ഷൗട്ട് ചെയ്യുന്ന അപ്പോൾ അമ്മയില്ലാത്തവരാരും പ്രസവിക്കേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അമ്മയില്ലാതെ എത്രയോ സ്ത്രീകൾ പ്രസവിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പറയുന്ന അർത്ഥമായിരിക്കില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ അയാൾ ഒരുപാട് വഴക്കുണ്ടാക്കി ഷൗട്ട് ചെയ്ത് ആകെ ബഹളം ഉണ്ടാക്കി. അമ്മയില്ലാത്തവർ പ്രസവിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ നമ്മൾ പറയുന്ന അർത്ഥമായിരിക്കില്ല. ആ സെൻറ്റൻസ് ചിലപ്പോൾ ഒരുപോലെ ഇരിക്കുമായിരിക്കും. ഇങ്ങനത്തെ രീതിയിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ സ്കൂളിൽ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് സ്കൂളിലെ ഫ്രണ്ട്സിനെ അടിച്ചു കൊല്ലുന്നത്. ഇപ്പം നമ്മളതെല്ലാം കേട്ടില്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്ത് സങ്കടമായിരുന്നു കുറച്ച് നാൾ അല്ലേ? കൊച്ചു പിള്ളേർ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ 15 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മടിയിലൊന്നും അങ്ങോട്ട് ഇറക്കി വിട്ട പ്രായമല്ലേ ആയിട്ടുള്ളൂ. അതിനെയൊക്കെ തമ്മിൽ അടികൂടി ചാവുക എന്നൊക്കെ പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരിക്കലും നമുക്കൊരു അടി ഒരാളിന് കൊള്ളുന്നത് പോലും നോക്കി നിൽക്കാൻ പറ്റാത്ത ഒരു പ്രായമാണ്. അത്രയും നിഷ്കളങ്കമായൊരു പ്രായമാണ്. അവിടെയാണ് കൂട്ടം ചേർന്ന് കൊല്ലുന്നത്. അപ്പോൾ അതെല്ലാം ഈ ലഹരിയുടെയൊക്കെ ഒരു ഇഫക്റ്റാണ്. അവരുടെ സെൽഫ് കൺട്രോൾ അങ്ങ് പോവുകയാണ്. അവരുടെ തിങ്കിങ് പവർ എല്ലാം അങ്ങ് മാറുകയാണ്. അല്ലെങ്കിൽ ഒരുത്തനെ കൊന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതവർ ചിന്തിക്കണ്ടേ? ആ ചിന്താശക്തി എല്ലാം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഡോക്ടർ, നമ്മൾ ഡ്രഗ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അഡിക്ഷനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മിസ് ചെയ്ത് പോകാൻ പാടില്ലാത്തൊരു കാര്യം ഈ സ്ലീപ്പിംഗ് പിൽസ്. ചിലർ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ ആദ്യം ഒരു 2-3 ദിവസത്തേക്കൊക്കെ കഴിക്കാനായിട്ട് വാങ്ങുന്നതായിരിക്കാം. പിന്നീട് അതിൽ ഒരു അഡിക്ഷനായിട്ട് സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുള്ള പലരുടെ കേസസ് നമുക്ക് നേരിട്ട് അറിയാവുന്ന തന്നെ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? ഈ സ്ലീപ്പിംഗ് പിൽസിനും ഡ്രഗിൻ്റെ തന്നെ ഒരു ഇഫക്റ്റ് അല്ല, ചില മരുന്നുകൾക്ക് ഒരു അഡിക്ഷൻ പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സെഡേറ്റീവ്സ്, ഉറങ്ങാനുള്ള മരുന്നുകൾ, ട്രാങ്കുലൈസേഴ്സ്, നമ്മുടെ ആൻസൈറ്റിയെ കുറയ്ക്കുന്ന ആ മരുന്നുകൾക്കൊക്കെ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ ഒരു കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കാണ് ഡോക്ടേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരം വാങ്ങിച്ച് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അങ്ങനെ കിട്ടൂല. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, ആ ഡേറ്റ് വെച്ചുള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ ഇപ്പോൾ കിട്ടാറുള്ളൂ. അതൊക്കെ മെഡിക്കൽ ഷോപ്പുകൾക്ക് നിർദ്ദേശമുണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതൊക്കെ ലോങ് ടേം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട മരുന്നുകളല്ല. അതവർക്ക് അങ്ങനെ എപ്പോഴും ഉപയോഗിച്ചാൽ പിന്നെ അത് എന്നും ഉപയോഗിച്ചാൽ പിന്നെ ആ ഡ്രഗിൻ്റെ ദോഷങ്ങൾ അവർക്ക് വരും. അവർ ശരിക്കും ആ ഡോക്ടർ പറയുന്ന ദിവസങ്ങളിൽ മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. ചിലപ്പോഴും നമുക്കത് ആവശ്യമായിട്ട് വരും. അത് ഒരുപാട് മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് മരുന്നുകൾ, കഫ് സിറപ്സ് പലതും അതിനകത്തൊക്കെ ഉണ്ട്. കൊടീനൊക്കെ ഉള്ള കുറച്ച് കഫ് സിറപ്പൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ
ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഫ് സിറപ്പ് എന്ന് പറഞ്ഞാൽ എന്നും ചുമയുടെ മരുന്ന് കുടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ആ സമയത്തേക്ക് ഒരു സിംറ്റമാറ്റിക് റിലീഫിന് നമ്മൾ കൊടുക്കുന്നതാണ്. അതങ്ങ് സ്ഥിരം ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി മാറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില ഡ്രഗ്സ് എങ്കിലും അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കൊന്ന് ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് അതെ 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 വളരെ കുറവാണ്, അവൈലബിൾ അല്ല. കൊടുക്കരുതെന്ന്. ഡോക്ടർ, ഇനി നമ്മൾ അഡിക്ഷനെ കുറിച്ച് അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫേസ് ആണല്ലോ. അപ്പം ഈ ഡി അഡിക്ഷൻ്റെ സാധ്യതകൾ സാധാരണ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം ആൽക്കഹോൾ ആണെങ്കിൽ പോലും കുടിക്കുന്ന ആൾക്കാരെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പലപ്പോഴും കുടുംബാംഗങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കാറില്ല. എത്തിച്ചു കഴിഞ്ഞാൽ അവർ പലരും പകുതി വെച്ച് ചാടി തിരിച്ചു വരികയും വീണ്ടും അഡിക്ഷനിൽ തുടർന്ന് പോകുന്നു. അപ്പോൾ ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് അഡിക്ഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വരാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അഡിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരുന്നൊരു നല്ല പ്രയത്നം തന്നെയാണ്. അതിൽ ശരിക്കും കുടുംബാംഗങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. അഡിക്ഷൻ ഉണ്ടാകുന്നതിലുമുണ്ട് കുടുംബാംഗങ്ങൾക്ക്. പലപ്പോഴും ഈ കൊച്ചു കുട്ടികളെയൊക്കെ അവർക്ക് വേണ്ട ശ്രദ്ധ കിട്ടാത്തതിലാണ് അവർ അഡിക്റ്റായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിക്കാൻ പേരൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ പറ്റാതെ വരുമ്പോഴാണ് അവരെ ഒരു സ്റ്റേജ് കടന്നപ്പുറത്തെ സ്റ്റേജിലോട്ട് പോകുന്നത്. ഡി അഡിക്ഷൻ ഇന്ന് ധാരാളം ഇഫക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, സെൻറ്റേഴ്സുണ്ട്. അതിൻ്റെ എല്ലാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് തന്നെയാണ്. ഡി അഡിക്ഷൻ ഇവർക്ക് ആവശ്യമുണ്ട്. ഇവർക്കത് തോന്നണമെന്നില്ല, ഇവർക്കതിൽ നിന്ന് മാറി. പക്ഷെ ചിലർക്ക് സ്വമേധയാ തന്നെ തോന്നാറുണ്ട് എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മുക്തി വരണം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നവരുണ്ട്. പിന്നെ അത് മനസ്സിലാകാതെ തന്നെ പോകുന്നവരുമുണ്ട്. ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോകാൻ പലരും ഇഷ്ടപ്പെടാറില്ല. കൊണ്ടുപോകാൻ വളരെ ഒരു എഫേർട്ടാണ്. പോലീസ് സഹായത്തോടെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നല്ല മനുഷ്യരായിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡി അഡിക്ഷൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ധാരാളം സെൻറ്റേഴ്സ് ഇന്ന് നമുക്ക് അവൈലബിളാണ്. അതിൻ്റെ കൂടെ പിന്നെ ഇതൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ഇങ്ങനെ വിട്ടിട്ട് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ്. അവരെ തിരിച്ച് കൊണ്ടുവന്ന് അവർ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് വരുമ്പോൾ വീണ്ടും പഴയതിലോട്ട് പോകാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഇപ്പോൾ ഡി അഡിക്ഷനിലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന സമയത്ത് വീട്ടിലെന്തെങ്കിലും ഒരു അത്യാഹിതം വരുമോ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെയൊക്കെ പോയാൽ വീണ്ടും അവർ പഴയതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു അഡിക്റ്റായി മാറുന്ന ആളിന് ചിലപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്തിലൊരു ചെറിയ കുറവ് കാണാം. അപ്പോൾ അയാൾ എപ്പോഴും ഒരു പ്രോണാണ് വീണ്ടും പോകാനായിട്ട്. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അഡിക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊന്നിലേക്ക് ഒരു അഡിക്ഷൻ തന്നെ ആവണമെന്നില്ല. അപ്പോൾ അതിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളത് എപ്പോഴും വീട്ടുകാരും നാട്ടുകാരും കുടുംബങ്ങളും ഫ്രണ്ട്സും ഒക്കെ ഈ ഫ്രണ്ട്ഷിപ്പ് വളരെ ഈ പറഞ്ഞ പോലെ പലരെയും ഈ ലഹരിയിലോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പോലെ ലഹരി മുക്തമാക്കാൻ ഫ്രണ്ട്ഷിപ്പ് വളരെ നല്ലത് സഹായിക്കും. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു ആളിനിത് വന്നു കഴിഞ്ഞാൽ അവരെ ഏൽപ്പിച്ചു കൊടുത്താൽ അവർ നമുക്കിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. ഫ്രണ്ട്സ് ആണല്ലോ നമുക്ക്, പ്രത്യേകിച്ച് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലൊക്കെ ഫ്രണ്ട്സ് വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. അപ്പോൾ ഈ പ്രഷർ കൊണ്ട് ഫ്രണ്ട്സ് പറയുന്നത് ഭയങ്കരമായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഗാങ്ങിലോട്ട് അവരെ മാറ്റിയാൽ, ചിലപ്പോൾ അന്തരീക്ഷം മാറ്റിക്കൊടുത്താൽ, അവർ സാഹചര്യം മാറ്റിക്കൊടുത്താൽ, പല പേരൻസും വീടൊക്കെ മാറി വേറെ സ്ഥലത്ത് പോയി നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവർ നിൽക്കുന്ന ആ സാഹചര്യത്തിലുള്ള കൂട്ടുകെട്ടായിരിക്കും ഇവരെ ആ രീതിയിൽ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ആ വീട് തന്നെ മാറി വേറെ സാഹചര്യത്തിൽ പോയി അവിടെ പോയി പഠിച്ചുകൊണ്ടിരുന്നതിനേക്കാളും ബെറ്റർ കോഴ്സിൽ അവർ ചേർന്ന് നല്ല മിടുക്കരായിട്ട് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ തുടക്കത്തിലെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു വിജിലൻസ് എല്ലാ തലങ്ങളിലും വേണം. കുടുംബാംഗങ്ങളുടെ തലത്തിൽ വേണം, സ്കൂളിൽ പോകുന്നതിന് അവിടെ, കോളേജാണെങ്കിൽ കോളേജ് തലത്തിൽ, എല്ലാവർക്കും അതിനൊരു ഉത്തരവാദിത്വം, സമൂഹത്തിന് അതിനൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് തന്നെയാണ്. സമൂഹത്തിന് നമ്മുടെ സർക്കാരുകൾക്കുണ്ട്, ബാക്കി സംഘടനകൾക്കുണ്ട്, എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം. എന്നാൽ ലഹരി ഒരിക്കലും നമ്മളെ നന്നാക്കാൻ പോണില്ല. നമ്മളെ വ്യക്തിയെ നശിപ്പിക്കുന്നു, കുടുംബത്തിനെ നശിപ്പിക്കുന്നു, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നു. എല്ലാ സ്ഥലത്തും നാശം മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരും ബോധമില്ലാതെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ആലോചിച്ച് നോക്കൂ. എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസം. എല്ലാവരും ഇങ്ങനെ വയലൻ്റായിട്ട് നിൽക്കുകയും ഒന്നിനും നിയമങ്ങൾ
ഒന്നും അനുസരിക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കൺട്രിയുടെ കാര്യം വളരെ കഷ്ടമായി പോകും. അതെ ഡോക്ടർ, എനിക്ക് അടുത്തൊരു സംശയം, ഡോക്ടർ പറഞ്ഞു തീർന്നല്ലേ ചോദ്യമുള്ളത്, നമ്മൾ ഈ ഡി അഡിക്ഷൻ ചെയ്ത് തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ മുതൽ മിക്കവാറും ഉള്ള ഓർഗൻസിനെ എല്ലാം അത് നെഗറ്റീവായ രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ഡി അഡിക്ഷൻ കഴിഞ്ഞ് തിരിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പ്രോസസ്സിലേക്ക് കൊണ്ടു ചെന്ന് കഴിഞ്ഞാലും ഈ നഷ്ടപ്പെട്ടു പോയ ബ്രെയിൻ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇതെല്ലാം റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? അതെ, അതിനകത്താണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഒരാൾ 10, 15, 20 വർഷം അഡിക്റ്റായിട്ട് അയാളെ ഡി അഡിക്ഷൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഡാമേജ് എല്ലാം പെർമനൻ്റ് ആയിപ്പോകും. റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റാതെ വരും. പക്ഷേ ഏർലി സ്റ്റേജിൽ അങ്ങനെയല്ല. ഞാൻ വിമനിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം അതാണ്. അവർ ഇതിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവർ നോർമലായി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വളരെ നാൾ ഉപയോഗിച്ച് ഇതിൻ്റെ അങ്ങ് അടിമയായി അങ്ങ് വലിയ ഇത് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്ത് ഡി അഡിക്ഷനും ഫെയിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലേ അവരെ പിടിക്കണം എന്ന് പറയുന്നത്. നമ്മളത് അവരിലെ ഒരു വ്യത്യാസം കാണുമ്പോൾ തന്നെ ഇവരിങ്ങനെ ഒരു സാധനം ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാവുമ്പം തന്നെ വളരെ എനർജറ്റിക്കായിട്ട് നമ്മളതിൻ്റെ പ്രതിവിധി അപ്പം തന്നെ തേടണം എന്നുള്ളതാണ്. അത് ശരിക്കും സമൂഹത്തിൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. തന്നെ അവർ പോകും നമ്മൾ വിചാരിക്കേണ്ട. അവരെങ്ങനെയെങ്കിലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ധാരാളം ഫാമിലീസിനെ കണ്ടിട്ടുണ്ട്. വിളിച്ചാൽ പോവില്ല. പിന്നെ ഈ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അവരെടുക്ക് കിടന്ന് കിടപിടിക്കാൻ പേരൻസിന് പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ശരിക്കും പോലീസിൻ്റെ ഹെൽപ്പിനോടെ തന്നെ വീട്ടിലെ വയലൻസൊക്കെ ഭയങ്കര ഇതായി കഴിയുമ്പോൾ പോലീസിൻ്റെ ഹെൽപ്പോടെ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കവരെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഞാനീ പറഞ്ഞല്ലോ, ഇതൊരു ലോങ് ടേം കഴിഞ്ഞല്ല നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. പലപ്പോഴും എന്താണെന്നറിയാം, ഇതൊരു സ്റ്റിഗ്മയാണ്. ഇപ്പോൾ ലഹരി ഉപയോഗം, മാനസിക രോഗം, ഇതൊക്കെ നമ്മുടെ സമൂഹം ഒരു സ്റ്റിഗ്മയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ് ഉപയോഗിക്കുന്ന സ്റ്റിഗ്മയുടെ ലെവൽ കൂടുതലാണ്. എന്നാൽ സ്ത്രീയെ എപ്പോഴും ഒരു മോഡലായിട്ടാണ് വെച്ചിരിക്കുന്നത്. വീട്ടിലാണെങ്കിലും ഒരു അമ്മ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു മോഡലാണ് സമൂഹത്തിന്. അപ്പോൾ അവരിങ്ങനെ ഒരു ലഹരിക്ക് അടിമയാകുകയാണെങ്കിൽ ആ സ്റ്റിഗ്മ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇത് ഇപ്പോൾ വീട്ടിലറിഞ്ഞാലും എല്ലാവർക്കും അത് പുറത്തറിയാതെ എങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഈ നേരത്തെ നമ്മൾ ആദ്യത്തെ കോളർ പറഞ്ഞാൽ പേടിയാണ്, പറയാൻ തന്നെ പേടിയാണ്. പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് ഒരു കുട്ടികൾ ഉപയോഗിക്കുന്ന കണ്ടിട്ട് തന്നെ ആ വീട്ടിൽ പോയി പറഞ്ഞു, നിങ്ങളോട് ആരും പറഞ്ഞവർ ഉപയോഗിക്കുന്നെന്ന് തിരിച്ച് അതെ വാദി പ്രതിയാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കി വളർത്തിയാൽ മതി, മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ സമൂഹം റിയാക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമ്മൾ ആ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് അതിൻ്റേതായ രീതി പറയണമെന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കുട്ടികളോട് തന്നെ ഞാൻ ഈ പറഞ്ഞ പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശ്രമം വിഫലമായി. അതെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കണം. ഡോക്ടർ, ഈ സോഷ്യൽ ഡ്രിങ്കിങ് വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞൊരു ജനറേഷനെ അപേക്ഷിച്ച് പുതിയ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുറച്ചുകൂടി ഒരുമിച്ചിരുന്ന് ഒന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഒരു പെക്കടിച്ചാൽ കുഴപ്പമില്ല, അത് പെണ്ണുങ്ങളടിച്ചാലും കുഴപ്പമില്ല എന്ന് സങ്കല്പിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളെങ്കിലും ഉണ്ട്. അത് ചിലപ്പോൾ തമാശയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യാനായിട്ടായിരിക്കും തുടങ്ങുന്നത്, പിന്നീട് അതൊരു അഡിക്ഷനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന കേസസും ഉണ്ട്. അപ്പം അതുപോലും ശരിയല്ല എന്നുള്ളൊരു മെസ്സേജ് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ? ലഹരി ഇപ്പം നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ലഹരി എന്നല്ലേ. യെസ്. അപ്പം നമ്മൾ ലഹരി കഴിച്ചൊരു ലഹരി ഉണ്ടാക്കുന്നതിനേക്കാളും ലഹരി ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതെ. പിന്നെ ഈ ഫെലോഷിപ്പൊക്കെ ഇപ്പോഴല്ല, പണ്ട് കാലം മുതലേ ഉള്ളതാണ്. പക്ഷെ സ്ത്രീകളിൽ ഇപ്പൊ കുറച്ചുകൂടി അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞാലും ഉടനെ ഒരു ഫെലോഷിപ്പ് നടത്തുന്ന വീടുകൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഒരാൾ മരിച്ച അതിൻ്റെ സങ്കടമെല്ലാം തീരുന്നത് ഇത് കഴിയുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നമ്മളതിനെ ഏത് രീതിയിലെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫെലോഷിപ്പ് 100% തെറ്റെന്നോ ശരിയെന്നോ പറയാൻ ഞാൻ ആളല്ല, ഞാനൊരിക്കലും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അത് ചിലർക്ക് സന്തോഷം കിട്ടുമായിരിക്കും, ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് മിനിമമായിട്ടൊക്കെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ അതിനെ അങ്ങൊരു
അത് തന്നെയാണ് ഒരു അതില്ലാതെ പറ്റൂല എന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. വെറുതെ ഒന്ന് ട്രൈ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് വീണ്ടും അല്ല അതാണ്. പിന്നെ നമ്മൾ എല്ലാ സാഹചര്യത്തിലും നമുക്ക് എല്ലാ ദിവസവും ഇത് വേണം എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിൽ നിന്ന് ഊരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. ഡോക്ടർ, നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും പറയാറുണ്ട് ഇപ്പം മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, അപ്പം മൈൻഡ്, ബോഡി, സോൾ ഈ 3 കാര്യങ്ങളെ നമ്മൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആരോഗ്യമുള്ള ജീവിതം ഉണ്ടാകാൻ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുകൂടി പറഞ്ഞൊന്ന്. ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീയുടെ കാര്യം പറഞ്ഞാൽ എപ്പോഴും ആരോഗ്യം നിഗ്ലക്റ്റ് ചെയ്യുന്നവരാണ്. സ്വന്തം ആരോഗ്യത്തെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലാണ് മുഴുവൻ ശ്രദ്ധ. മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടെന്നല്ല, സ്വന്തം ആരോഗ്യത്തിന് തന്നെയാണ് എപ്പോഴും പ്രയോറിറ്റി. അത് മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവർക്ക് അതിൻ്റെ ഹെൽപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സ്വന്തം ആരോഗ്യം നമ്മൾ ആദ്യം ചെയ്യണമെന്നുള്ളതാണ്. പിന്നുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഹെൽപ്പ് സോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും മടിക്കരുത്. ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിച്ചു, ഭയങ്കര ടെൻഷനാണ്, ഡിപ്രഷനാണ്, അത് നമ്മൾ പുറത്ത് പറയാതെ അടക്കി ശരിക്കും പറഞ്ഞാൽ പല സ്ത്രീകളിലും വരുന്ന ക്യാൻസർ പോലും നമ്മൾ വളരെ ലേറ്റായിട്ടാണ് അറിയുന്നത്. അവർക്കറിയാം എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. അത് പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ കാണുമ്പോൾ തന്നെ പുറത്തിരിക്കുന്നതാണ്, അത് പുറത്ത് പറയാതെ വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതുപോലെ നമുക്കൊരു സഹായം വേണമെങ്കിൽ അതിലൊന്നും ഒരു കുറവ് നമ്മൾ കരുതേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സ് കാണും, അല്ലെങ്കിൽ വീട്ടിലെ അമ്മ കാണും, നമുക്ക് പറയാൻ പറ്റിയ ഫ്രണ്ട്സ് കാണും. നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്ത് നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്ത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു നല്ല മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. നമ്മൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ നിന്ന് ഹെൽപ്പും കൂടെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് നല്ലതായിട്ടിരിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ സ്ത്രീക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബം നല്ലതായിട്ട് പോവുള്ളൂ. ഇപ്പോൾ സ്ത്രീ ഇല്ലയെന്ന് പറഞ്ഞ് കുടുംബത്തിലെ അംഗങ്ങളെല്ലാം നശിച്ചു പോകുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കുടുംബത്തിൻ്റെ ഒരു പൂർണ്ണത അവിടെയാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം സ്വന്തം ആരോഗ്യത്തിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അനാവശ്യമായ ലഹരി ഉപയോഗം പോലുള്ള കാര്യങ്ങൾ ചെന്ന് ചാടാതെ നോക്കുക, അത് ഒഴിവാക്കുക. അതെ. അപ്പോൾ എന്തായാലും ഡോക്ടർ, നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്ത്രീകളിലെ ലഹരി ഉപയോഗം എന്നുള്ള വിഷയമാണ്. നമുക്ക് അതിഥിയായി എത്തിയത് ഡോക്ടർ ലീലാമണിയാണ്, യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടറിന് ഒരുപാട് നന്ദി. പ്രേക്ഷകർക്കും താങ്ക് യു.